തമിഴ്നാട് നിയമസഭയിൽ DMK നേതൃത്വത്തെയും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ എന്നിവരെയും രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രിയും TVK അധ്യക്ഷനുമായ വിജയ്. കൊളത്തൂർ മണ്ഡലത്തിൽ നേരിട്ട പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാലിനെ ലക്ഷ്യമിട്ട് സിനിമാ ശൈലിയിൽ വിജയ് അവതരിപ്പിച്ച കുട്ടിക്കഥ സഭയെ ആവേശത്തിലാക്കി. ഭരണപക്ഷ അംഗങ്ങൾ ഡെസ്കിലടിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സ്വീകരിച്ചത്. തന്റെ സർക്കാർ ആരുടെയും ഔദാര്യത്തിലല്ല, മറിച്ച് തമിഴ് ജനതയുടെ പൂർണ്ണമായ അനുമതിയോടെയാണ് നിലവിൽ വന്നതെന്ന് വിജയ് സഭയിൽ ആവർത്തിച്ചു. പ്രസംഗത്തിനിടെ സഭാംഗങ്ങളെ സാക്ഷി നിർത്തി വിജയ് പറഞ്ഞ കുട്ടിക്കഥ പ്രതിപക്ഷമായ DMK ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഒരു ഊരിൽ പ്രായമായ ഒരാൾ വെയിലടിക്കുന്നുവെന്ന് പറഞ്ഞ് കണ്ണിന് മുകളിൽ കൈവച്ച് എന്തോ തിരഞ്ഞു നടന്നു. കൂടെയുണ്ടായിരുന്ന ചെറിയ പയ്യൻ എന്താണ് തേടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പെരിയവർ പറഞ്ഞു, നിന്റെ പിതാവ് ഇവിടെ എവിടെയോ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ കാണാനില്ല. എവിടെയാണ് നിന്റെ അച്ഛൻ? പ്രതിപക്ഷ നിരയെ നോക്കി വിജയ് ചോദിച്ചു. സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ട സ്റ്റാലിന്റെ അവസ്ഥയെ പരിഹസിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ നീക്കം. മുൻ സർക്കാരിന്റെ കാലത്ത് കക്ഷിയുടെ പേരിൽ നടത്തിയ കൊള്ളകളെല്ലാം തിരിച്ചുപിടിച്ച് ഖജനാവിലേക്ക് ചേർക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ പണത്തിൽ നിന്ന് ഒരു പൈസ പോലും തൊടില്ലെന്നും ആരെയും തൊടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. DMK ഭരണകാലത്ത് ടാസ്മാസ്ക് വഴിയടക്കം നടന്ന ഫണ്ട് വെട്ടിക്കലുകളെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചത്. മുൻപ് സർക്കാർ പണം തട്ടിയെടുത്ത ആരെയും വെറുതെ വിടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാടിന്റെ വികസനവും വളർച്ചയും മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത മതേതര സർക്കാർ ആയിരിക്കും TVK ഭരണമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. തങ്ങൾ ആരുടെയും B ടീം അല്ലെന്നും ജനങ്ങളുടെ ടീം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയോട് ആശയപരമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും എല്ലാ വിഷയത്തിലും കണ്ണടച്ച് കേന്ദ്രത്തെ എതിർക്കില്ലെന്നും തമിഴ്നാടിന്റെ തനതായ ദ്വിഭാഷാ നയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സിനിമയിൽ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതിനെ പരിഹസിക്കുന്നവർക്ക് വിജയ് കൃത്യമായ മറുപടി നൽകി. സാധാരണ നടനിൽ നിന്ന് തന്നെ ഈ പദവിയിൽ എത്തിച്ചത് തമിഴ് ജനതയുടെ വലിയ പിന്തുണയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ തകർക്കാൻ ശത്രുക്കൾ ഒന്നിക്കുകയാണെന്ന് കരൂരിലെ സംഭവ വികാസങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർക്കുള്ള മറുപടി ജനങ്ങൾ നൽകിക്കൊള്ളും. അഴിമതി അറിയില്ല, ജനങ്ങളെ കൊള്ളയടിക്കാനും അറിയില്ല. തനിക്കും തന്റെ മന്ത്രിമാർക്കും ഭരണം അറിയില്ലെന്ന് ആക്ഷേപിക്കുന്നവർക്ക് മറുപടിയായി വിജയ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ശരിയാണ്, എനിക്കറിയാത്ത പലതുമുണ്ട്. ജനങ്ങളുടെ പണം മോഷ്ടിക്കാൻ എനിക്കറിയില്ല. ടെൻഡർ തുക കൃത്രിമമായി ഉയർത്തി അഴിമതി നടത്താൻ അറിയില്ല. ക്ഷേത്രങ്ങളിലെ പണം വകമാറ്റാൻ എനിക്കറിയില്ല. സാധാരണക്കാരുടെ സൗജന്യ ബസ് യാത്രയെ OC ബസ് എന്ന് വിളിച്ച് പരിഹസിക്കാനും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ TVKയുടെ ഭരണം പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണെന്ന പ്രഖ്യാപനത്തോടെയാണ് മുഖ്യമന്ത്രി സഭ വിട്ടത്. എന്തായാലും കയ്യടികൾ ഉയർന്ന ഒരു പ്രസംഗം തന്നെയാണ് വിജയ് അവിടെ നടത്തിയത്. എന്തായാലും സ്റ്റാലിൻ സർക്കാർ നടത്തിയ ഇത്തരത്തിലുള്ള കൊള്ളകളെയൊക്കെ താൻ പുറത്തു കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചാണ് വിജയ് മുന്നോട്ടു പോകുന്നത്.